1,70,000 രൂപയുടെ വർക്ക് ഈ വണ്ടിയിൽ ഇപ്പം ഓൾറെഡി നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് എഞ്ചിൻ സൈഡിലൊക്കെ എന്തായിരുന്നു, നമുക്ക് എഞ്ചിൻ ബേ ഒന്ന് കാണിച്ചു കൊടുത്താലോ. അപ്പോൾ എഞ്ചിൻ ബേ കാണിച്ചു തരാം. വണ്ടിയുടെ മൈലേജ് എങ്ങനെയാണ്, മൈലേജ് എന്തുണ്ട്? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് ബാക്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഹോണ്ട സിറ്റിയാണ്, ഫുള്ളി മോഡിഫൈ ചെയ്ത വണ്ടി. കംപ്ലീറ്റ് റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മുതലാണ്. ഏകദേശം 2 മാസത്തോളമായി നമ്മുടെ കയ്യിൽ വണ്ടി എത്തിയിട്ട്. അപ്പം നമ്മൾ സെക്കൻഡ് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് 2 മാസം ഒന്ന് ഓടിച്ച് നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാൻ ഓർത്തു. അപ്പോൾ 2 മാസം പക്ക പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ വണ്ടി നമ്മളിലേക്ക് അങ്ങനെ ജില്ലെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ചെറുക്കൻ്റെ വീഡിയോ ആണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോണത്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആളൊരു ഭീകരൻ എന്ന് കൂടെ പറയാം, ഭീകരൻ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് അധികം സമയം കളയാതെ നമ്മുടെ വണ്ടിയുടെ ഓണറിനെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഇവൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, എന്നത്തെയും പോലെ നമ്മുടെ വണ്ടിയുടെ ഓണർ നമ്മുടെ മനാഫാണ്. മനാഫേ, ഒരു ഹായ് കൊടുത്തേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മനാഫിൻ്റെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല ഒരുപാട് റെസ്പോൺസും കിട്ടിയായിരുന്നു അല്ലേ? നമ്മുടെ വീഡിയോ എത്ര പേര് വിളിച്ച്? ഒരു 10-40 പേര് കൂടുതൽ വിളിച്ചായിരുന്നു. അപ്പം വണ്ടി അവന് പ്രതീക്ഷിക്കുന്ന ഒരു വില കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൻ വണ്ടി കൊടുത്തിട്ടില്ല RX. അപ്പോൾ ഇന്നത്തെ വിശേഷം ഈ വണ്ടി വിൽക്കാനുള്ളതല്ല, ഈ വണ്ടി വിൽക്കാനുള്ളതല്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത്, ഈ വണ്ടി വിൽക്കാനുള്ളതല്ല. അപ്പോൾ ഇവൻ ആഗ്രഹിച്ച് മോഹിച്ചെടുത്ത വണ്ടിയാണ്. എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു മനാഫേ? സെൻ കൊടുത്തു കഴിഞ്ഞല്ലേ? സെന്ന് കൊടുത്തപ്പോൾ തൊട്ട് സെന്ന് കൊടുക്കാൻ കാരണം ഇതാണ്, ഈ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയാണ് ശരിക്കും അവൻ ആ സെന്ന് കൊടുത്തത്. അപ്പോൾ ഇവൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. വണ്ടി എന്ന് പറയുന്നത് ഒന്ന് ടോട്ടൽ വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. ഹോണ്ട സിറ്റിയാണ്, ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. അതും ഓട്ടോമാറ്റിക് തന്നെ ആഗ്രഹിച്ചെടുത്തതാണ്. നോക്കിയേ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് പറയാനുണ്ട്. പിന്നെ ഇതിൻ്റെ വീലും കാര്യങ്ങളൊക്കെ ഫുള്ളി കസ്റ്റമൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ലുക്കൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടി ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ അധികം സമയം കളയണം, നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പം ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇതിലൊന്നും കസ്റ്റമൈസേഷനോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല, വണ്ടിയുടെ സ്റ്റോക്ക് കണ്ടീഷനാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് 2 അഡീഷണൽ ആയിട്ട് 2 പാർക്ക് ലൈറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻറ്റർ നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് 2 ഫ്ലാഷറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പെയിൻറ്റിംഗ് ആണ്. ബ്രിട്ടീഷ് റേസിംഗ് ഗ്രീൻ എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായ രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അതായത് സെറാമിക് കോട്ടിങ് കൂടെ നമ്മുടെ വണ്ടിയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, വണ്ടിയുടെ ആ ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടി. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു വെയിലത്ത് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നല്ലൊരു തിളക്കവും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വീലാണ് ഗൈസ്, നോക്കിയേ. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ടയർ സൈസ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 215 40 R17 എന്നാണ് ഈ ഒരു ടയർ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീലാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. കാര്യം ഈ ഒരു ഇത്രയും വലിയൊരു ബീസ്റ്റ് ആയിട്ടുള്ള വണ്ടിയിൽ ഈ ഒരു ടയർ കൂടെ കയറിയപ്പോൾ ശരിക്കും വണ്ടിയുടെ ആ ഒരു ലുക്ക് തന്നെ മാറി. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴും ആ ഒരു കളറും കാര്യങ്ങളൊക്കെ നല്ല പക്കാ രീതിയിൽ തന്നെയാണ് നമുക്ക്. അതായത് ഫ്രണ്ടിൽ വേറെ കളറും ഇവിടെ വരുമ്പോൾ വേറെ കളറായിട്ട് നമുക്ക് തോന്നും. കാര്യം ഫ്രണ്ട് വെയിലത്ത് കിടക്കുന്നതാണ് അത്ര നല്ല തിളക്കം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴും ഇച്ചിരി ഡാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിലെ വീലും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു സ്പോയിലറും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഹോണ്ട സിറ്റി VTECൻ്റെ സ്പോയിലറാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കിടിലൻ ഒരു ലുക്കാണ്. അതും നമ്മൾ അതിലും നമ്മുടെ വണ്ടിയുടെ ആ ഒരു പെയിൻറ്റും കളറും ഒക്കെ അതേപോലെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. 60,000 രൂപയാണ് ഈ വണ്ടി ടോട്ടലി പെയിൻറ്റ് ചെയ്യുന്നതിനായെന്നാണ് നമ്മളെ മനാഫ് പറഞ്ഞത്. അതായത് അവൻ എടുക്കുന്ന സമയത്ത് വണ്ടി ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ ആയിട്ട് അവൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അത് ആഡ് ചെയ്തിട്ടുള്ളൂ. സ്റ്റോക്കല്ല, ഈ വീലും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ അത്യാവശ്യം പറയത്തക്ക രീതിയിൽ വലിയ മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല. വീൽസിൻ്റെ കാര്യത്തിൽ മാത്രമേ നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ വണ്ടിയിൽ വരുത്തിയിട്ടുള്ളൂ. കാര്യം വീൽസ് ഇടുമ്പോഴാണ് ഈ വണ്ടി ശരിക്കും ആ ഒരു ബീസ്റ്റ് ലുക്കിലേക്ക് വരുന്നത്. നമുക്ക് സൈഡ് ഈ ഒരു വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വണ്ടിയുടെ വീൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ടെയിൽ ലാമ്പിലേക്ക് വരുമ്പം ടെയിൽ ലാമ്പിലൊന്നും വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല. എല്ലാം സ്റ്റോക്ക് ബൾബും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഹോണ്ടയുടെ ഒരു ലോഗോ എടുത്തിട്ടുണ്ട്. കൂടാതെ
ഓട്ടോമാറ്റിക് ആണെന്ന് നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ ആൻറ്റി ഫോഗും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്ലാസ്സാണ് ഓൾറെഡി വണ്ടിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ വണ്ടിയിൽ ഇതേ ഒരു ആൻറ്റിന വെച്ചിട്ടുണ്ട്, ഒരു 6 ഫീറ്റിൻ്റെ ഒരു ആൻറ്റിന വണ്ടിയിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈയിടെ ഞങ്ങൾ വാങ്ങി ആഡ് ചെയ്ത ആൻറ്റിനയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേട്ടു. ഇനി നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് കയറാം. ഇൻറ്റീരിയറിലോട്ട് കയറുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, വണ്ടി സെക്കൻഡ് എടുത്താണല്ലോടാ. എത്രയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ എത്രയാണ് വണ്ടിക്ക്? ഇതിപ്പോൾ വണ്ടി നമ്മൾ എടുത്തപ്പോൾ 1,48,000 രൂപ. 1,48,000 രൂപ. നീ എക്സ്ട്രാ എത്ര രൂപ വർക്ക് ചെയ്തു ഇപ്പോൾ വണ്ടിയിൽ? ഇതിപ്പം മെക്കാനിക്കലിലെല്ലാം കൂടി ഞാനൊരു 30,000 രൂപ മുടക്കിയിട്ടുണ്ട്. അപ്പം 1,70,000 നമുക്ക് കൂട്ടാമല്ലോ ലാസ്റ്റ്. 1,70,000 രൂപയുടെ വർക്ക് ഈ വണ്ടിയിൽ ഇപ്പം ഓൾറെഡി നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് എഞ്ചിൻ സൈഡിലൊക്കെ എന്തായിരുന്നു, നമുക്ക് എഞ്ചിൻ ബേ ഒന്ന് കാണിച്ചു കൊടുത്താലോ? അപ്പോൾ എഞ്ചിൻ ബേ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതേ വണ്ടിയുടെ എഞ്ചിൻ ബേ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഹോണ്ട സിറ്റിക്ക് വരുന്ന അതേ സ്റ്റോക്ക് എഞ്ചിനാണ്. എഞ്ചിനിലൊന്നും നമ്മൾ കാര്യമായ മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലേ? ഒരു മാറ്റങ്ങളും ചെയ്തിട്ടില്ല. ആ സ്റ്റോക്ക് എഞ്ചിൻ തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഹോണ്ട ഹൈപ്പർ 16 വാൽവിൻ്റെ അതേ എഞ്ചിൻ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. 1.5 ആണല്ലോ, ഓട്ടോമാറ്റിക് ആണ്. അതേപോലെ 1.5 ആണ്, അതായത് 1500 cc, 1400 സംതിങ് ആണ്. ഞാൻ 98 അങ്ങനത്തെ എന്തോ ആണ് CC വന്നിരിക്കുന്നത്. ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ബാറ്ററി എക്സ്ട്രാ ചേഞ്ച് ചെയ്തല്ലേ, ബാറ്ററി പുത്തൻ ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഹോണും കാര്യങ്ങളൊക്കെ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റോക്ക് എഞ്ചിനാണ്, എഞ്ചിനിൽ വലിയ മാറ്റങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് എഞ്ചിൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം എടുത്ത് ചോദിക്കാനുള്ള, വണ്ടിയുടെ മൈലേജ് എങ്ങനെയാണ്? മൈലേജ് എന്തുണ്ട്? 5-6 മൈലേജ്. 6 മൈലേജോ? മൈലേജ് നോക്കുന്നില്ല. മൈലേജും കാര്യം, അതായത് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് അവൻ എടുത്തതാണ്. മൈലേജോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. ഒരു 6 മുതൽ 7 മൈലേജാണ് ഇതിന് നമുക്ക് അപ്രോക്സിമേറ്റ് കിട്ടുന്നത്. പിന്നെ ടൗണിലെ ഓട്ടത്തിനോ കാര്യങ്ങളോ അനുസരിച്ച് മൈലേജിൽ മാറ്റം വരും. പക്ഷെ നമ്മുടെ ഇവിടെ ലോക്കൽ ഓട്ടത്തിൽ എങ്ങനെ വന്നാലും ഒരു 5-6 നമ്മളൊരു ടൗണിൽ കയറി ഒരു 6-7 മാക്സിമം 7 വരെയൊക്കെ മൈലേജ് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എഞ്ചിൻ ബേ ക്ലോസ് ചെയ്തേക്കാം. അപ്പം ഹുഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഹുഡ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, പഴയ ബോഡി ആയതുകൊണ്ട് തന്നെ വണ്ടി ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വണ്ടിയുടെ അകത്തെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം വണ്ടി ഒന്ന് ഓടിച്ച് നോക്കി എങ്ങനെയുണ്ട് നോക്കുമെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെ. നമ്മുടെ സ്റ്റിയറിംഗ് ആണ്, ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് നല്ല അത്യാവശ്യം ഒരു കവറും കാര്യങ്ങളൊക്കെ ഇവനെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് നമ്മൾ മാറ്റിയിട്ടില്ല അല്ലേ? എല്ലാം സ്റ്റോക്കാണ്. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, വണ്ടി ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ ഷിഫ്റ്റ് കാര്യങ്ങളൊന്നും അല്ല, എല്ലാം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ. അത് ഓട്ടോമാറ്റിക് നമ്മൾ നോക്കി എടുത്താണോ നീ? വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു. അന്നേരം പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ഓട്ടോമാറ്റിക് എടുക്കേണ്ട, മൈലേജ് ഇല്ലാതാണ്. പക്ഷെ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിൽ ലുക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് വേറെ വണ്ടി എടുത്താൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ പെയിന്റ് കാര്യങ്ങളൊന്നും ചെയ്ത് കിട്ടത്തില്ല. നമുക്ക് ചെയ്യാം, പിന്നെ നമ്മൾ അതിന്റെ പുറകെ നടക്കണം. ഇപ്പൊ എല്ലാം കൂടി ഒത്ത് നമുക്കൊരു വണ്ടി കിട്ടി. ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ആണ് എന്നുള്ള ഇതേ ഉള്ളൂ. പക്ഷെ അത് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് വണ്ടിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ വരാം. വണ്ടി ഫുൾ പവർ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതേപോലെ തന്നെ AC വെൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലസ്റ്ററിലേക്ക് വരാൻ നേരം നമുക്ക് നമ്മുടെ RPM കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ടെമ്പറേച്ചറും കാര്യങ്ങളും, പിന്നെ നമ്മുടെ ഷിഫ്റ്റിന്റെ കാര്യങ്ങളൊക്കെയാണ് നടുക്ക് കൊടുത്തിരിക്കുന്നത്. PR ന്യൂട്രൽ ഡ്രൈവ് 432 എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1,62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പക്ക സർവീസ് ആണല്ലേ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഓയിൽ ടെമ്പറേച്ചറും പ്രഷറും കാര്യങ്ങളും എഞ്ചിന്റെ കാര്യങ്ങളും വാർണിംഗ് ലൈറ്റ് ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ AC വെൻസ് കാണാൻ പറ്റും. അതേപോലെ ACയുടെ സ്വിച്ച് കാണാൻ പറ്റും. ഇവിടെ വരുമ്പോൾ നമ്മുടെ ആ ഒരു ACയുടെ ഷിഫ്റ്റും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ACയുടെ സ്പീഡും കാര്യങ്ങളും, ലോറിന്റെ സ്പീഡും, പിന്നെ ഒരു ചെറിയൊരു സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ടല്ലേ, സെറ്റ് ആഡ്. വലിയ സിസ്റ്റം നമ്മളിപ്പോൾ കേട്ടുന്നുണ്ടല്ലോ, വലിയ സിസ്റ്റം കേട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ അണ്ടർബോഡി ലൈറ്റ് ഒക്കെ കേട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ കാണാം. പിന്നെ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നമുക്ക് ഇതിന് ക്ലച്ച് എന്നൊരു സാധനം ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ ആക്സിലേറ്ററിന്റെ അവിടെ നോക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ ബ്രേക്കും അതേപോലെ തന്നെ ആക്സിലേറ്റർ മാത്രമല്ല, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാനുവൽ ക്ലച്ച് എന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ആണ് വന്നിരിക്കുന്നത്. ക്ലച്ച് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പ്രസ് ചെയ്യുക, മൂവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ സിമ്പിളായ രീതിയിൽ തന്നെ ചെയ്യാവുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ എടുത്തത് അല്ലേ? സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ മാനുവൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയുടെ അകത്തോട്ട് ഞാൻ കയറുന്നത്. അപ്പം വണ്ടി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇന്റീരിയർ ഒക്കെ പക്കയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഗൈസ് നമുക്ക് അടുത്തായിട്ട് നമ്മുടെ വണ്ടിയുടെ സൗണ്ട്, എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. അപ്പം
സ്റ്റോക്ക് എഞ്ചിനാണ്, നമ്മൾ എക്സ്ട്രാ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ചെറിയൊരു സൈലൻസറിന് ഒരു പൊട്ടണം ഉണ്ടായിരുന്നല്ലോടാ, സൈലൻസറിന് ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ദിവസം കൊണ്ട് മൈലേജും ഷോട്ട് വന്നപ്പോൾ അതുകൊണ്ട് അടച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്, അതേപോലെ തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് സൗണ്ട്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം എങ്ങനെ ഉണ്ട് ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഗൈസ് നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. ഒഴിയതിന് മുന്നായിട്ട് സീറ്റ് ബെൽറ്റ് ഇടുക. അപ്പൊ വണ്ടി ഓട്ടോമാറ്റിക് ആണ്, ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആണ്. നമ്മുടെ ഈ കാല് വേണ്ട, വെറുതെ വെച്ചാൽ മതി, ഈ കാറിന് ഉപയോഗവും ഇല്ല. നമ്മൾ ബ്രേക്ക് ഓടിയിട്ടുണ്ട്. നേരെ നമ്മുടെ ആ ഒരു ക്ലച്ചിന്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കിയതിന് ശേഷം നമുക്ക് ഡ്രൈവിലേക്ക് ഇടാം. ഇനി പയ്യെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും. പവർ സ്റ്റിയറിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആ 17 ടയർ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി കയറ്റുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് എടുക്കേണ്ടതാണ് വണ്ടി. നമുക്ക് പയ്യെ എടുത്തോണ്ട് പോവാം. ഇപ്പൊ ഞങ്ങൾ ചെറിയൊരു ഇടവഴിയിലാണ് നിൽക്കുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ പയ്യെ വേണം ഇവർ കൊണ്ടുപോകാൻ വണ്ടി. നമ്മൾ എപ്പോഴും മാനുവൽ ഓടിച്ച് ഈ വണ്ടിയിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാല് വളവൊക്കെ എത്തുമ്പോൾ അറിയാതെ ഈ കാല് ക്ലച്ച് ചവിട്ടുന്ന ഒരു രീതിയിലേക്ക് ആവുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ ഈ വണ്ടി നോക്കി ഓടിക്കണം. കാര്യം നേരത്തെ പറഞ്ഞ പോലെ വീൽസിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു പ്രാവശ്യം വണ്ടി ഒന്ന് തട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ശ്രദ്ധിച്ച് വേണം വണ്ടി എടുക്കാൻ എപ്പോഴും. വണ്ടിയുടെ പവറിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. 1500 cc 1.5 ലിറ്റർ എഞ്ചിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പവറിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. കാല് കൊടുക്കുമ്പോ തന്നെ വണ്ടി പറന്നടിച്ചാണ് പോണത്. ഓ മാൻ, പൊളി. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. പിന്നെ മാനുവലി നമ്മൾ ഓട്ടോമാറ്റിക്കിലോട്ട് കയറുമ്പോൾ അതിന്റേതായ ഒരു ചെറിയൊരു പ്രശ്നം വരും. കാര്യം നമ്മൾ ക്ലച്ച് ഓടി വരുന്നതുകൊണ്ട് ഇതിന് പിന്നെ നമുക്ക് ഈ ഒരു കാലിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലിൽ കിട്ടി തട്ടും പൊട്ടി ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കാം. ഓക്കെ, അപ്പം വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലെന്ന് ഒരു രക്ഷയില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഹോണ്ട സിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു RX 135 അല്ലേ, RX 135 ഇവൻ്റെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ആ വണ്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇവൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാവുന്ന. അതേപോലെ മനാഫിന് സെക്കൻഡ് വണ്ടിയുടെ സെയിൽ കൂടെ ഉള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വേണമെന്നോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവൻ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അല്ലേടാ മനാഫ? ഓക്കെ, അപ്പോൾ നമ്മളോട് വീഡിയോ എടുക്കാൻ വേണ്ടി വേറൊരാളുണ്ട്, സുഹൈൽ എന്നാണ്. ഈ ഇവൻ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റത്തിൻ്റെ പ്രീവിയസ് ഓണറാണ്. ആദ്യം നമ്മുടെ ആറ്റത്തിന് വാങ്ങിയത് ഇവരാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട് എടുത്തിട്ട് ശേഷം അവൻ്റെ നിന്നാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇവനാണ്. സുഹൈൽ ശരിയാടാ നീ തുടങ്ങിയിരിക്കുന്നത്. അവിടെ നമ്മുടെ വണ്ടി ഇപ്പോൾ കണ്ടിട്ട് എന്തൊക്കെ ഫീല് ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഞാൻ ചെയ്യാൻ വേണ്ടി ഇരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നീ ചെയ്തിട്ടുണ്ട്. കല്യാണം ഒരു മാരേജിന്റെ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സേഫ് ഹാൻഡ്സ് അല്ലടാ വന്നത്. നീ ഹാപ്പി അല്ലേ നമ്മുടെ വണ്ടി കണ്ടിട്ട്? അല്ലെ കൊണ്ട് അലപ്പിച്ച് നശിപ്പിച്ചൊന്നും ഇല്ലല്ലോ. വണ്ടി നല്ല സെറ്റപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച അതെല്ലാം നീ ചെയ്തിട്ടുണ്ട്. അതാണ് കൂടി വരുമ്പോൾ വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ ചിങ്കോളിയനുണ്ട്, നമ്മുടെ സ്ഥിരം ചിങ്കോ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഇതേപോലുള്ള മോഡിഫൈ ചെയ്ത വണ്ടികളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ നമ്പർ കൊടുത്തോണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ വന്ന് റിവ്യൂ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് മീ ഗോവിന്ദ്, കുക്കു, മനാഫ് ആൻഡ് ചിങ്കോളിയൻ സൈനിങ് ഔട്ട്.